നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളെ മൾബറി കൊണ്ട് എങ്ങനെ വൈൻ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ്. ഇപ്പോൾ മൾബറിയുടെ ഒരു ടൈം ആയേണ്ട തോന്നുന്നുണ്ട്. ഒരുപാട് മൾബറി നമ്മളെ വീട്ടിലുണ്ടായിട്ടുണ്ട്. നമ്മളപ്പോൾ ഒരുപാടെണ്ണമൊക്കെ കഴിച്ച് ലാസ്റ്റ് മടുത്തപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ വെറുതെ കളയണ്ടല്ലോ, എന്തപ്പോൾ ചെയ്യാന്ന് ആലോചിച്ച് കുറേ ജാമൊക്കെ ഉണ്ടാക്കി നോക്കി. അതും പോരായിട്ട് ലാസ്റ്റ് ഇപ്പോൾ വൈനിലേക്ക് എത്തി ഞങ്ങൾ. മൾബറി ആയിട്ട് വൈൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് മനസ്സിലായി ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പം ഞങ്ങളങ്ങനെ വൈൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് 2 ദിവസത്തെ മൾബറിയൊക്കെ പറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് മൾബറി കൊണ്ട് വൈൻ ഉണ്ടാക്കി നോക്കി നോക്കാം. ഇത് ഞങ്ങൾക്ക് എത്താത്ത ദൂരത്ത് തന്നെ മേലൊക്കെ കുറേ എണ്ണം ഉണ്ട്. എന്നിട്ടിപ്പോൾ അനിയത്തിമാരൊക്കെ കയറിയിട്ട് നോക്കിയൊക്കെ ചെയ്ത് പൊട്ടിക്കാൻ കിട്ടുക വെച്ചിട്ട് മേലിൽ നിന്ന് പരമാവധി പൊട്ടിച്ചു. കുറേയൊക്കെ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്തു, തറവാട്ട് കൊണ്ടുകൊടുത്തു. ആർക്കിപ്പോൾ കഴിച്ച് മതിയായി. ലാസ്റ്റ് ഇപ്പം ഇങ്ങനെ ഒരു പ്ലാനിൽ എത്തിയതാണ്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ദിവസം എത്ര മൾബറി കിട്ടി, ഇത് കൂടാണ്ട് കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മൾബറിയുടെ കൊണ്ട് വൈൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ആദ്യം തന്നെ നമ്മൾ മൾബറി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക. അത് നന്നായിട്ട് തിളച്ച് വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അത് തിളച്ച് വരുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ അതിൽ നമ്മൾ 3 ഏലക്കായ, കറുകപ്പട്ട, അത് കുറച്ച് സ്മെല്ലിനും ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിട്ട് കൊടുക്കുക. നന്നായി തിളച്ച് വന്നതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മറ്റേ എസൻസ് ഒക്കെ കണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കുക. ഞാൻ കുറേയൊക്കെ ആ കയ്യിലിട്ട് ഞാൻ ചതച്ച് നോക്കി, എന്നിട്ട് സെറ്റ് ആവണില്ലാണ്ട് അപ്പോൾ വേറൊരു സ്റ്റീലിൻ്റെ കുപ്പിയൊക്കെ എടുത്തിട്ട് ചതക്കുക ചെയ്തത്. അങ്ങനെയെങ്കിൽ അത് ഒന്ന് നന്നായി ചതഞ്ഞോട്ട് വെച്ചിട്ട് തിള വരുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചതച്ച് കൊടുക്കുക. നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മളതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചൂടാറി വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മളെ ഈസ്റ്റ് ഇല്ലേ, ഈസ്റ്റ് 1 സ്പൂൺ ഈസ്റ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് ഇളക്കി ഒന്ന് സെറ്റാക്കുക. അതൊന്ന് ഈസ്റ്റ് എല്ലാത്തിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് ജസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ ചതക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വൈൻ്റെ സ്റ്റെപ്സൊക്കെ തീർന്നിരിക്കുന്നു. ഇനി അതൊന്ന് ചൂടാറാൻ കാത്തു വയ്ക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമാണത് വേറൊരു ഭരണിക്കോ അല്ലെങ്കിൽ നമ്മളെ ഗ്ലാസിൻ്റെ വല്ല പാത്രത്തേക്കോ മാറ്റാൻ പറ്റുള്ളൂ. നമ്മളൊന്ന് നന്നായി ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പം ഏകദേശം നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കത് ഭരണിയിലേക്ക് മാറ്റി വയ്ക്കാം. അത് ഫുള്ള് നിറയ്ക്കരുത് കേട്ടോ, ഭരണിക്ക് ഫുള്ള് നിറയ്ക്കരുത്. എനിക്ക് പറ്റിയൊരു തെറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഫുള്ള് നിറച്ചു. പിന്നെയാണ് ഏട്ടൻ പറയണത് ഫുള്ള് നിറയ്ക്കേണ്ട, നിറച്ച് കഴിഞ്ഞാൽ പ്രഷർ കൂട്ടി ചിലപ്പോൾ അത് പുറത്തേക്ക് വരുന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ നിറച്ചതിന് കുറച്ച് വേറൊരു കുപ്പിയുടെ നല്ല ടൈറ്റ് ആക്കിയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രത്തേക്കൊക്കെ മാറ്റി.
ഭരണിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ നിറച്ചതിന് ശേഷം ഞങ്ങൾ അതിന് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിരുന്നു. എന്നിട്ട് മാറ്റിയതിന് ശേഷം ഭരണി നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് ഒരു കട്ടിയുള്ളൊരു ഏകദേശം നല്ല കട്ടിയുള്ളൊരു തുണി എടുത്തിട്ട് അതതിൻ്റെ മേലെ വെച്ചിട്ട് ടൈറ്റായിട്ട് കെട്ടി സെറ്റാക്കി. മറ്റേതിന്ന് കുറച്ച് പകുതി എടുത്തിട്ട് ഈ ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റിയിരുന്നു കേട്ടോ. അങ്ങനെ ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം നമ്മളിനി ഇത് 14 ദിവസം കഴിഞ്ഞിട്ട് തുറക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ബാക്കി വീഡിയോ ഇത് 14 ദിവസം കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാവുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഈ വൈൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ചിലപ്പോൾ ക്ലിക്കാവും, ചിലപ്പോൾ ക്ലിക്കാവില്ല എന്നറിയാം. ചിലപ്പോൾ റെഡിയാവും വിചാരിക്കണം. ഇനി എന്തായാലും 14 ദിവസം കഴിഞ്ഞിട്ട് നോക്കട്ടെ, അപ്പോൾ ബാക്കി പറഞ്ഞുതരാം.